നമസ്കാരം. പ്രധാന വാർത്തകൾ. പിണറായി വിജയൻ മോശം മുഖ്യമന്ത്രിയും നല്ല കുടുംബനാഥനുമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ. ഇടതുഭരണം കൊണ്ട് കേരളത്തിൽ ഗുണമുണ്ടായത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മാത്രം. വൈദ്യുതി മന്ത്രിക്ക് പറ്റിയ പണി കൃഷിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പാലക്കാട് വൈദ്യുതി ഭവനിലേക്ക് കോൺഗ്രസ് മാർച്ച്. അന്യായമായ നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ. മാധ്യമങ്ങളെ വിലക്കെടുത്താണ് കോർപ്പറേറ്റുകൾ ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ. കേരളത്തിൽ സിപിഎം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നത് ഇത്തരം ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടെന്നും കെ ശൈലജ. പൂക്കോട്ടുകാവിനെ ചുവപ്പണിയിച്ച് സിപിഎം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന് സമാപനം. സിപിഎം വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനത്തിന് വരവൂർ തളിയിൽ തുടക്കം. സംസ്ഥാനത്ത് മാലിന്യമുക്തം നവകേരളം ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ. കണ്ണനൂർ തോട് വീണ്ടെടുക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ നീർച്ചാലുകളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച് വീണ്ടെടുക്കും. സഹകരണ മേഖലയിലെ പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പെൻഷൻ നിഷേധിക്കുന്നതെന്ന് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. പെൻഷൻ വർധന സംബന്ധിച്ച് നൽകിയ വാഗ്ദാനം സർക്കാർ പാലിക്കണം. വാഗ്ദാന ലംഘനത്തിനെതിരെ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ്. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങൾക്കും വായനശാലകൾക്കും എംഎൽഎയുടെ പ്രാദേശിക ഫണ്ടിൽ നിന്ന് പുസ്തകങ്ങൾ നൽകി. വിതരണോദ്ഘാടനം കൊപ്പത്ത്. ലക്കിടി പഞ്ചായത്ത് കളിസ്ഥലം നവീകരണത്തിന് തുടക്കം. കളിസ്ഥലം നവീകരിക്കുന്നത് 1 കോടി രൂപ ചെലവിൽ. വാർത്തകൾ വിശദമായി. പിണറായി വിജയൻ മോശം മുഖ്യമന്ത്രിയും നല്ല കുടുംബനാഥനുമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പാലക്കാട് വൈദ്യുതി ഭവനിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എംഎൽഎ. വൈദ്യുതി മന്ത്രിക്ക് പറ്റിയ പണി കൃഷിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സംസ്ഥാന ഭരണം കൊണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനല്ലാതെ മറ്റാർക്കും നേട്ടമില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പിണറായി വിജയൻ മോശം മുഖ്യമന്ത്രിയും നല്ല കുടുംബനാഥനുമാണ്. കേരളത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും കുടുംബസ്ഥരായ മുഴുവൻ മനുഷ്യന്മാർക്കും മാതൃകയാക്കാവുന്ന ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. അല്ലേ? ഇപ്പൊ സാധാരണ കുടുംബസ്ഥർ എന്ന് പറഞ്ഞാൽ അവരുടെ പരമാവധി കരുതലും മകനോടും മകളോടും അവസാനിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ അവസാനിക്കത്തില്ല. മകന്റെ ഭാര്യയുടെ പിതാവിനോട് വരെ ആ കരുതലും ആ സ്നേഹവും ഉള്ളൊരു നല്ല മനുഷ്യനാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ഒരു നല്ല കുടുംബനാഥനും ഒരു മോശം മുഖ്യമന്ത്രിയുമാണെന്ന് ഞാൻ എപ്പോഴും പറയും. മോശം മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോൾ തന്നെ പറയും അദ്ദേഹം ഒരു നല്ല കുടുംബനാഥനാണ്. ആ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ അകന്ന ബന്ധമായി തുള്ളിയാൽ തെറിച്ച ബന്ധമെങ്കിലും ഉള്ള ആളാണെങ്കിൽ അതിനെ ചേർത്ത് നിർത്താൻ നല്ല മനസ്സുള്ളൊരു കുടുംബനാഥനും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പരാജയപ്പെട്ട മുഖ്യമന്ത്രിയുമാണ് ശ്രീ പിണറായി വിജയൻ എന്ന് നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് നടക്കുന്നത്. വൈദ്യുതി ചാർജ് വർധന അറിഞ്ഞില്ലെന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. മന്ത്രിക്ക് പറ്റിയത് കൃഷിപ്പണിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി P ബാലഗോപാൽ, KPCC അംഗം KA കുമാരി, DCC ജനറൽ സെക്രട്ടറി G ശിവരാജൻ, പ്രകാശൻ കാഴ്ചപ്പറമ്പിൽ, പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പ്രിയകുമാരൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PH മുസ്തഫ, A കൃഷ്ണൻ, KR ശരരാജ്, ഹരിദാസ് മച്ചിങ്ങൽ, വിവിധ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, SM താഹ, S സേവ്യർ, പ്രസാദ് കിണാശ്ശേരി, ഇസ്മായിൽ പിരായിരി, ബോബൻ മാട്ടുമന്ത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വൈദ്യുതി നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി KICB ഓഫീസ് മാർച്ച് നടത്തി. കൊളപ്പുള്ളി KICB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ച് KPCC അംഗം C സംഗീത ഉദ്ഘാടനം ചെയ്തു. അന്യായമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് ഉടൻ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളി KICB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം KICB ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം KPCC അംഗം C സംഗീത ഉദ്ഘാടനം ചെയ്തു. 300 രൂപ വരെയുള്ള തുക നമ്മൾ കൂട്ടി അടക്കേണ്ടി വരും. വൈദ്യുതി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അമൂല്യമാണ്, സംരക്ഷണമൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ വൈദ്യുതി ചാർജ് തന്നെയാണ്. ഇന്നിപ്പോൾ AC ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. AC ഉപയോഗിക്കുന്നത് ആഡംബരമല്ല. പണ്ടൊക്കെ ആഡംബരമായിരുന്നു AC ഉപയോഗിക്കുക എന്ന് പറയുന്നത്.
ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. കാരണം ചൂട് കൂടി വരുന്ന ഒരു സമയത്ത് വയസ്സായ ആളുകൾ അല്ലെങ്കിൽ സുഖമില്ലാത്ത ആളുകൾ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് AC സൗകര്യം നമ്മൾ വെച്ചു കൊടുക്കാറുണ്ട്, യാതൊരു സംശയവുമില്ല. അങ്ങനെ സമയത്ത് AC ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഏത് മേഖലയിലെ ആളുകളാണെങ്കിലും സാധാരണക്കാർ ഇടത്തരം ആളുകളാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും നമ്മുടെ കേരളത്തിൽ കൂടുതലുള്ളത്. അത്തരം ആളുകൾക്ക് KSEBയുടെ ഈ ഒരു വലിയൊരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഇരുട്ടടി വളരെ വലിയ തോതിൽ അവരെ ബാധിക്കുന്നത് യാതൊരു സംശയവുമില്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ VKP വിജയനുണ്ണി, TK ഹമീദ്, TY ഷിഹാബുദ്ദീൻ, K കൃഷ്ണകുമാർ, കോൺഗ്രസ് നേതാക്കളായ N മോഹൻദാസ്, വിജയപ്രകാശ് ശങ്കർ, ശിവപ്രകാശൻ മാസ്റ്റർ, മുരളി മാസ്റ്റർ, പാലൊളി ഹുസൈൻ, VK രാധാകൃഷ്ണൻ, പ്രേംകുമാർ, ദാസ് ശങ്കർ, അഷറഫ്, ഷീജ, OM ഗോപികൃഷ്ണൻ, KSSPA ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ, K വേണുഗോപാലൻ, ശാന്ത, T സീന, ശ്രീകലാരാജൻ, ശോഭനകുമാരി, അനിൽകുമാർ, PM മുരളീധരൻ, താഹിർ അനങ്ങനടി, രാജു, VG ശ്രീനിവാസൻ, ഹരി, രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പറളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറളി KSEB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. DCC മെമ്പർ P സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി ചാർജ് മാത്രമല്ല, മനുഷ്യരെന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ അതിനെല്ലാം നികുതിയും മറ്റ് ചാർജുകളും വർദ്ധിപ്പിച്ച് ഈ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ പോക്കറ്റടിക്കാം എന്നതിനെ സംബന്ധിച്ച് പിണറായി വിജയന്റെ ഗവൺമെന്റ് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് C വിനയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഗോകുലൻ മാസ്റ്റർ, H അബ്ദുള്ള, KM അബ്ദുൾ സത്താർ, അച്യുതൻകുട്ടി മങ്കര, അസുജിത്ത് മണ്ണൂർ, പറളി പഞ്ചായത്ത് അംഗം MV ചെമ്പകവല്ലി, ഷൺമുഖൻ ഇടത്തറ, MR ഗുരുവായൂരപ്പൻ, KK വിജയൻ, C സുഭാഷ്, ജിത്തു മങ്കര തുടങ്ങിയവർ സംസാരിച്ചു. പറളി കടവത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് KSB ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാധ്യമങ്ങളെ വിലക്കെടുത്താണ് കോർപ്പറേറ്റുകൾ ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. CPM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KK ശൈലജ. പൂക്കോട്ടുകാവ് സ്കൂൾ പരിസരത്തെ സീതാറാം യെച്ചൂരി നഗറിലായിരുന്നു പൊതുസമ്മേളനം. കേരളത്തിൽ കോർപ്പറേറ്റുകളുടെ ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ വിധേയമാകുന്നത് CPM ആണെന്നും KK ശൈലജ ചൂണ്ടിക്കാട്ടി. കോർപ്പറേറ്റ് ഭീമന്മാർ മാധ്യമങ്ങളെ വിലക്കെടുത്താണ് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നത്. ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് CPM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ മുന്നോട്ടു പോകുന്നതെന്നും KK ശൈലജ പറഞ്ഞു. എന്നാൽ അക്രമികൾ അത്ര നിസ്സാരക്കാരല്ല. അവർക്ക് തെറ്റിദ്ധാരണ പരത്താൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് ആശയഗതികളെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ മുതലാളിത്തത്തിന് സാധിക്കുന്നുണ്ട്, ഫ്യൂഡലിസത്തിന് സാധിക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള നുണപ്രചരണങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കുഴപ്പക്കാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിയല്ല, അതിൻ്റെ നേതാക്കന്മാർ ശരിയല്ല എന്നൊക്കെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടി കോൺഗ്രസ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങളെല്ലാം നടക്കുന്ന കാലഘട്ടത്തിൽ ഈ ആക്രമണം വർദ്ധിക്കുകയാണ്. എന്തു വലിയ നുണപ്രചരണങ്ങളാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെ പുസ്തക മാധ്യമങ്ങളെല്ലാം വിലക്ക് വാങ്ങപ്പെട്ടിരിക്കുകയാണ്. CPM ഏരിയ സെക്രട്ടറി K ജയദേവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഖ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം K പ്രേംകുമാർ MLA, P അരവിന്ദാക്ഷൻ, K അശോക് കുമാർ എന്നിവർ പ്രസംഗിച്ചു. നേരത്തെ ആലംകുളത്ത് നിന്ന് 800-ലേറെ റെഡ് വോളണ്ടിയർമാർ പങ്കെടുത്ത മാർച്ചും പൂക്കോട്ടുകാവ് ലോക്കൽ കേന്ദ്രീകരിച്ച് ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്ന ബഹുജന റാലിയും നടന്നു. വേദിയിൽ പുരോഗമന കലാസാഹിത്യ സംഘം പൂക്കോട്ടുകാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിപ്ലവ ഗാനാവതരണവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
CPIM വളത്തോൾ നഗർ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആ യാഥാർത്ഥ്യത്തെയാണ് ഇന്ന് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അഭിമുഖീകരിക്കുന്നത്. 1991 സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. സോവിയറ്റ് യൂണിയനിലെ അട്ടിമറിയെ തുടർന്ന് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റുകൾ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ സഖാവ് എ പത്മനാഭൻ നഗർ എന്ന് നാമകരണം ചെയ്ത നഗരിൽ മുതിർന്ന നേതാവ് KP രാധാകൃഷ്ണൻ പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. സമ്മേളന ചടങ്ങിൽ M സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. KR ഗിരീഷ് രക്തസാക്ഷി പ്രമേയവും KS ദിലീപ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി കൺവീനർ P ശങ്കരൻകുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഡേവിഡ് മാസ്റ്റർ, സേവ്യർ ചിറ്റിലപ്പള്ളി, PK ചന്ദ്രശേഖരൻ, KV നഫീസ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. KP രാധാകൃഷ്ണൻ, M സുലൈമാൻ, UR പ്രദീപ്, P നിർമ്മലാദേവി, KM അഷറഫ്, V രഘു, TR സതീഷ്, സീമ ബാബു, KK ബാബു, PK ഉണ്ണികൃഷ്ണൻ, വിപിൻ ദാസ്, MA നസീബ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, സലാം, PP ദേവി, PM നിഖിൽ എന്നിവർ നേതൃത്വം നൽകുന്ന സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, സമ്മേളന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്കും വായനശാലകൾക്കും MLA ഫണ്ട് ഉപയോഗിച്ച് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കൊപ്പം സിൻഡിക്കേറ്റ് മാൾ കൾച്ചറൽ സെന്ററിൽ നടന്ന വിതരണ ചടങ്ങ് മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. ആത്മീയ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും മറ്റേത് മേഖലയിലും സാമൂഹ്യമായ പുരോഗതിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പുസ്തകങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുസ്തകം വായിക്കുന്നത് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമസഭയുടെ നേതൃത്വത്തിലുള്ള ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് MLAമാർക്ക് 3 ലക്ഷത്തോളം വരുന്ന പുസ്തകങ്ങൾ കൊടുക്കാനുള്ള പെർമിഷൻ MLA ഫണ്ടിൽ കിട്ടിയത്. ചടങ്ങിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി T സത്യനാഥൻ സ്വാഗതം പറഞ്ഞു. മുൻ BPC മനോജ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നോവലിസ്റ്റ് സുധാ തെക്കേമഠം മുഖ്യാതിഥിയായി പങ്കെടുത്തു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, വിളയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ, മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് അംഗം നീരജ്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബര ടീച്ചർ, പഞ്ചായത്ത് അംഗം നീലടി സുധാകരൻ, പട്ടാമ്പി AEO ബാബുരാജൻ, മുജീബ് കരുവാൻകുഴി, സലീം മാലിക്, മുഹമ്മദ് റഫീഖ്, T ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. 1 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കളിസ്ഥല നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കളിയിടങ്ങളെ സർഗാത്മകമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും അതിന് ഉതകുന്ന രീതിയിൽ നാടിൻ്റെ മനസ്സിൻ്റെ മനോഭാവം മാറ്റിയെടുക്കേണ്ടത് ഉണ്ടെന്നും ആധുനിക രീതിയിലുള്ള കളിക്കളങ്ങൾ ആവശ്യമാണെന്നും MLA പറഞ്ഞു. കുട്ടികളിൽ ലഹരി പോലുള്ള വസ്തുക്കളിൽ അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കളിക്കളങ്ങൾക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. നമ്മുടെ പ്രയോറിറ്റിയിൽ കായിക മേഖല വരുന്നു എന്നതാണ് പ്രത്യേകത. ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, പൊതുവിൽ ജനപ്രതിനിധികളെല്ലാം മാറിയ കാലത്ത് ആഗ്രഹിക്കുന്നത്, നമ്മുടെ നാട്ടിലെ പൊതുവായ ഇടങ്ങളെ, കളിസ്ഥലങ്ങളെ നമുക്ക് സജീവമാക്കാനും സക്രിയമാക്കാനും സർഗാത്മകമാക്കാനും ഒക്കെ കഴിയേണ്ടതുണ്ട്. അതിനുതകുന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ മനസ്സിൻ്റെ മനോഭാവത്തെ നമുക്ക് മാറ്റിയെടുക്കാനാകണം. അപ്പോൾ കേവലം ഒരു ഫണ്ട് മാത്രമല്ല, നമ്മുടെ നാട്, ഇവിടെ പങ്കെടുക്കുന്നവർ തിരിച്ചറിയേണ്ടത് ഇത് ഒരു ഫണ്ടിൻ്റെ പ്രഖ്യാപനവും നിർമ്മാണോദ്ഘാടനവും മാത്രമല്ല, മാറിയ കാലത്തെ നമ്മുടെ മനോഭാവത്തിൻ്റെ പ്രഖ്യാപനമാണ്. നമ്മുടെ കുട്ടികൾ, നമ്മളെല്ലാം കരുതുന്നത് നമ്മേക്കാൾ നന്നായി വരുന്ന തലമുറ ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകണമെന്നാണ്. പല നിലയിലുള്ള ലഹരികൾക്ക് നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ ലിംഗഭേദമില്ലാതെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഏത് ഹയർ സെക്കൻഡറി സ്കൂളിലും ചെറിയ വിഭാഗം കുട്ടികളെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവരായിട്ടുണ്ട്. തെറ്റായ ലഹരിയാണ്. അപ്പം ഞാനിത് പറയുന്നത് അതിനെല്ലാമുള്ള ഒറ്റമൂലിയാണോ സ്പോർട്സ് എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അതിന് പകരം വയ്ക്കാൻ കഴിയുന്ന ഒന്നാണ്. ആധുനിക രീതിയിൽ നവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കളിസ്ഥലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ 10 മാസം കൊണ്ട് പൂർത്തീകരിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS ഷമീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് CA നസറിൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P വിജയകുമാർ, കുമാരി ദേവി, വാർഡംഗം സുഹറ, പേരൂർ ലോക്കൽ സെക്രട്ടറി O സുരേഷ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. വാർഡംഗം C അനിൽകുമാർ സ്വാഗതവും AE നവാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സഹകരണ മേഖലയിലെ പെൻഷൻ പരിഷ്കരിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പെൻഷൻ നിഷേധിക്കുന്നതാണെന്ന് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ. പെൻഷൻ വർധന, ആരോഗ്യ പദ്ധതി, DA എന്നിവ സംബന്ധിച്ച വാഗ്ദാനം നടപ്പാക്കാത്തതിനെതിരെ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും മുണ്ടൂർ രാമകൃഷ്ണൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയുമില്ലാത്ത പെൻഷൻ പരിഷ്കരണത്തിനാണ് സർക്കാർ തന്നെ തടസ്സം നിൽക്കുന്നതെന്ന് മുണ്ടൂർ രാമകൃഷ്ണൻ ആരോപിച്ചു. സഹകരണ ജീവനക്കാർക്കുണ്ടായിരുന്ന DA 2011 പെൻഷൻ പരിഷ്കരണത്തിലൂടെ ഇല്ലാതായി. കുറഞ്ഞ പെൻഷൻ 3500 രൂപയും കുടുംബ പെൻഷൻ 2500 രൂപയും മാത്രം കിട്ടുമ്പോഴാണ് പെൻഷൻ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കം നടക്കുന്നത്. പെൻഷൻ ഫണ്ടിൽ 1656 കോടി സ്ഥിര നിക്ഷേപവും 69 കോടി ലാഭവും ഉണ്ടായിട്ടും പെൻഷൻ പരിഷ്കരണം നടപ്പിലാവുന്നില്ല. മാസവരുമാനത്തിൻ്റെ 18% പെൻഷൻ ബോർഡിലേക്ക് അടയ്ക്കുന്നവർക്ക് അടച്ച തുക പോലും പെൻഷനായി ലഭിക്കുന്നില്ല. ശരിയായ കണക്കുകളും ലാഭവിഹിതവും കണക്കാക്കാതെയാണ് പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും മുണ്ടൂർ രാമകൃഷ്ണൻ വ്യക്തമാക്കി. നടത്തിയിട്ട് പോലും ഈ പരിപാടി നടന്നു പോകുന്നില്ല. അതാണ് ഞങ്ങളുടെ ഒരു വലിയ ഗ്രീവൻസ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2022-ലും 2023-ലും ഒക്കെ സമരം ചെയ്തിരുന്നു. DA ആണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. മറ്റൊന്ന്, ഞങ്ങളുടെ മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കണമെന്നതാണ്. മിനിമം പെൻഷൻ ഇപ്പോൾ കൊടുക്കുന്നത് എത്രയാണ്? 3600 രൂപ. ഒരാൾക്ക് 3600 രൂപയാണ് മിനിമം പെൻഷൻ പഴയ ആൾക്കാർക്ക്. ഇപ്പോൾ സഹകരണ മേഖലയിലെ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ ശമ്പളമാണ്. അവരുടെ 12% മാസം അടവ് വരുന്നുണ്ട് ഈ പെൻഷൻ ഫണ്ടിലേക്ക്. എന്ന് വെച്ചാൽ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ആൾക്ക് 18,000 രൂപ ഒരു മാസം അടവ് വരും. പക്ഷെ അയാൾ പെൻഷനാകുന്ന സമയത്ത് പരമാവധി പെൻഷൻ 17,850 ലഭിക്കുക. 18,000 രൂപ മാസം അടച്ചാലും 17,850 രൂപയാണ്. അപ്പോൾ പരമാവധി പെൻഷനും മിനിമം പെൻഷനും വർദ്ധിപ്പിക്കണം. അതുപോലെ ഫാമിലി പെൻഷൻ ഇപ്പോൾ കൊടുക്കുന്നത് 2,500 രൂപയാണ്. ഒരു കാരണവശാലും അത് അനുയോജ്യമല്ലാത്തൊരു സംഖ്യയാണ്. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K സുബ്രഹ്മണ്യൻ, സെക്രട്ടറി R വിശ്വനാഥൻ, മനോഹരൻ, A കണ്ണദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാലിന്യമുക്ത നവകേരളം ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിൻ 3ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ നടന്നു. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണം കൊണ്ട് ബോധമുണ്ടാകുമെങ്കിൽ നാട് എന്നേ നന്നായേനെയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. തൃത്താല ഗ്രാമപഞ്ചായത്തിലുള്ള കണ്ണനൂർ തോട് വീണ്ടെടുക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോടെയാണ് ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിൻ്റെ 3ാം ഘട്ടത്തിന് സംസ്ഥാനത്ത് തുടക്കമിട്ടത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ പൊതുസ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കുമ്പോൾ കുറെ ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? മാലിന്യം ഇട്ട സ്ഥലം നിറഞ്ഞതുകൊണ്ടാണ് അവിടെ അതൊക്കെ വൃത്തിയാക്കുന്നത്, ഇനിയും ഇടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെന്നാണ്. അല്ല, ഇതിട്ട് ഓടുവക്കത്തൊക്കെ ഇട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ വലിച്ചെറിയാൻ പറ്റാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അത് നീക്കം ചെയ്ത് കുറച്ചുകൂടി ഇടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ധരിക്കുന്നത്. ആ മനോഭാവം എപ്പോഴും ശക്തമാണ്. ആ മനോഭാവം തിരുത്തണം. ആ മനോഭാവം തിരുത്തണമെങ്കിലോ ബോധവൽക്കരണം നടക്കണം. ഇതുപോലെ ജനങ്ങളെ ആകെ അണിനിരത്തണം. ബോധവൽക്കരണം കൊണ്ട് മാത്രം ബോധം വീഴുമെന്ന യാതൊരു തെറ്റിദ്ധാരണയും എനിക്കില്ല കേട്ടോ. ബോധവൽക്കരണം കൊണ്ട് ബോധം വീഴുമായിരുന്നെങ്കിൽ നാട് എപ്പോഴേ നന്നായി പോവില്ലേ. കേരളത്തെ മാതൃകാപരമാവിധം ശുചിത്വമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിൽ സംസ്ഥാനത്തെ മുഴുവൻ നീർച്ചാലുകളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച്
വീണ്ടെടുക്കുന്ന പ്രവർത്തനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാരഥികൾ, ഹരിത കേരള മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം പാതിവഴിയിൽ ഉപേക്ഷിച്ചതിന് എതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്രതീകാത്മക സമരം നടത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി യുവജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണെന്നും കേരളോത്സവ പരിപാടികൾ തുറന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരം തുടങ്ങുമെന്നും പ്രതീകാത്മക കേരളോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ഫുട്ബോൾ, ഷട്ടിൽ, മറ്റ് കലാപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണു മടത്തിലാത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഇല്ലിയാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി SY സിദ്ദിഖ്, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ തങ്ങൾ, നിഷാദ്, വാർഡ് മെമ്പർമാരായ സലാം മാസ്റ്റർ, സന്ധി ടീച്ചർ, നസീറ സുധീർ എന്നിവർ സംസാരിച്ചു. ഗിരീഷ്, അഫ്സൽ, അമൽ, അക്ഷയ്, മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഫൈസൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. AKPC ഷൊർണൂർ നിയോജക മണ്ഡലം കൺവെൻഷനും ID കാർഡ് വിതരണവും നടന്നു. മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഇതോടെ തുടക്കമായി. പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. എൻ്റെ പ്രദേശത്തൊക്കെ ഏകദേശം 20-ൽ കൂടുതൽ പെയിന്റർമാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജോലിയുടെ സുരക്ഷ അല്ലെങ്കിൽ അവരുടെ ആ ജോലിയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികളൊക്കെ നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും അവരുടെ ക്ഷേമനിധിയും അവരുടെ മക്കളുടെ പഠനവുമൊക്കെ ഉറപ്പുവരുത്താൻ തീർച്ചയായും നിങ്ങളുടെ അസോസിയേഷന്, നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. ഇപ്പോൾ പല മേഖലയിലും ക്ഷേമനിധികളുണ്ട്, കൂട്ടായ്മകളുണ്ട്. ഇവിടെ മോട്ടോർ തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ സംഘടന ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ആശാരി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂട്ടായ്മയുണ്ട്. അങ്ങനെ ഏത് വർക്ക്ഷോപ്പ് മേഖലയിൽ വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ബസ് മേഖലയിൽ പരിശോധിക്കുമ്പോഴൊക്കെ അവർക്ക് യൂണിയനും അവർക്ക് പൂർണ്ണമായ സുരക്ഷിതത്വമുണ്ട്. എന്നാൽ പെയിന്റിംഗ് മേഖലയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെ കാലമാണ്. AKPC പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അബ്ദു രണ്ടത്താണി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി VKP വിജയനുണ്ണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, INTUC റീജിയണൽ പ്രസിഡന്റ് ഹംസ മേലാടയിൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയശങ്കർ പ്രകാശ്, MP സുശീൽ കുമാർ, ആനന്ദ്, സ്കറിയ വല്ലപ്പുഴ, റസാഖ് കൊടലൂർ, നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പെയിന്റർമാരുടെ ക്ഷേമത്തിനായി പ്രവർത്തനം ഊർജിതമാക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പെയിന്റർമാരുടെ ക്ഷേമത്തിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ മാനവവിഭവശേഷി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാകർതൃ സംഗമം നടത്തി. തളിപ്പറമ്പ് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM ഷജിത് ഉദ്ഘാടനം ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ ഇപ്പം ഞാനാ ചെയ്യല് എന്ന് പറഞ്ഞു. പിന്നെ എന്നെ നോക്കുമ്പോഴും മകളെല്ലാം നോക്കുന്നതൊക്കെ വളരെ ക്ലിയറാണ്. കാരണം ഇദ്ദേഹം വെരിഫൈ ചെയ്ത സമയത്ത് 42 വയസ്സുകാരനായ ഒരാളോട് ഇവളോട് ചാറ്റ് ചെയ്യുകയാണ്. വളരെ മോശമായ രീതിയിലേക്കുള്ള സംഭാഷണം വന്ന സമയത്ത് ഇദ്ദേഹം കയറി ഇടപെട്ടിട്ട് അദ്ദേഹത്തെ വിളിച്ചു, പോലീസ് സ്റ്റേഷനൊക്കെ പരാതി കൊടുത്ത് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചത്, സാറെന്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോയത് എന്നാണ്. ഞാൻ ഇവരോട് പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങളുടെ മകൻ്റെ മുമ്പിൽ മകളുടെ മുമ്പിൽ നിങ്ങൾ അറിവില്ലാത്തവരായി മാറാൻ പാടില്ല. നമ്മുടെ എല്ലാ രക്ഷാകർത്താക്കൾക്കും ഇന്നത്തെ സ്റ്റേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ മക്കൾക്ക് ഫോൺ എടുത്ത് കൊടുത്തിട്ട് പറയും, മോനെ ഇതൊന്നും നോക്കിയെന്ന് പറയും. ഇല്ലേ, നമ്മൾ പലരും അങ്ങനെയാണ് പറയുക. അവനറിയാം അച്ഛൻ ഇതൊന്നും അറിയില്ല, അച്ഛൻ വിഡ്ഢി കുഷ്മാണ്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയും. അതുകൊണ്ട് അച്ഛനെ പൊട്ടനാക്കാൻ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിൽ എല്ലാ സകല പരിപാടിയും ചെയ്യും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, ഭരണസമിതി അംഗങ്ങളായ P സന്തോഷ് കുമാർ, R ശ്രീകുമാർ, U നാരായണൻകുട്ടി, മോഹൻദാസ് പാലാട്ട്, A അജി, KP രാജഗോപാൽ, K ശിവാനന്ദൻ, C വിപിനചന്ദ്രൻ, M സുരേഷ് കുമാർ, പ്രതിനിധി സഭാംഗം C കരുണാകരനുണ്ണി,
NSS ഇൻസ്പെക്ടർ KS അശോകൻ, വനിതാ യൂണിയൻ ഭാരവാഹികളായ J. ബേബി ശ്രീകല, അനിത ശങ്കർ, S. സ്മിത, സുനിത ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന സമാപന സമ്മേളനം പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ പഞ്ചായത്ത് കേരളോത്സവത്തിൽ 327 പോയിന്റോടെ ന്യൂ വേവ്സ് അമ്പലപ്പാറ എവറോളിംഗ് ട്രോഫി നിലനിർത്തി. 86 പോയിന്റോടെ ബറ്റാലിയൻസ് 2ാം സ്ഥാനം നേടി. ജേതാക്കൾക്കുള്ള ട്രോഫികൾ സമാപന സമ്മേളനത്തിൽ വിതരണം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞു. ഗായകൻ ഭവിൻ വിനോദ് വിശിഷ്ടാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ IC കമലാക്ഷി, PU വിനീത, P. ലത, KT ഷമീർ, T. ഗ്രീഷ്മ, ആസൂത്രണ സമിതി അംഗം CR മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് തല മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പഞ്ചായത്ത് വിതരണം ചെയ്യുന്ന ജേഴ്സിയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അപകടത്തിൽ നിന്നും പോലീസ് രക്ഷപ്പെടുത്തിയ കുടുംബം നന്ദി പറയുവാനായി ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തി. പുലാമന്തോൾ സ്വദേശികളായ ഇസഹാഖ്, ഭാര്യ അസ്മ എന്നിവരാണ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തിയത്. മരണം മുന്നിൽ കണ്ടു തുടങ്ങിയ നിമിഷങ്ങളിൽ നിന്നും ചെറുതുരുത്തി പോലീസ് രക്ഷാകവചമൊരുക്കി. 9-ാം തീയതി പുലർച്ചെ എറണാകുളത്തു നിന്നും പുലാമന്തോളിലേക്ക് പോകുകയായിരുന്ന വഴിയിൽ വരവൂരിൽ വേട്ടാനിക്കുന്നത്ത് വെച്ചായിരുന്നു അപകടം. ഇരുവരും സഞ്ചരിച്ചിരുന്ന വാഹനം മറിയുകയായിരുന്നു. മറിഞ്ഞ വാഹനത്തിൽ സീറ്റ് ബെൽറ്റിൽ കുടുങ്ങിയ ഇവർ നിരവധി വാഹനങ്ങൾക്ക് കൈകാണിച്ചുവെങ്കിലും എല്ലാവരും നിർത്താതെ പോകുകയായിരുന്നു. ഈ സമയത്താണ് നൈറ്റ് പെട്രോളിംഗിന് ഇറങ്ങിയ ASI UR ശ്രീജയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇത് കാണുന്നത്. ഉടനെ പോലീസ് ഇവരെ രക്ഷപ്പെടുത്തി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പ്രത്യേകം നന്ദി പറയാൻ കൂടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കാരണം ആ ഒരു സമയവും അവരാണ് സാഹചര്യം, അവരാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയത്. ആ സമയത്ത് ഇവിടെ അവിടുന്ന് വരുന്ന ഒരുപാട് ദൂരമുണ്ട് മെഡിക്കൽ കോളേജൊക്കെ. അവർ ഡ്യൂട്ടിയിൽ നിന്നിട്ട് പോലും ഞങ്ങൾ അവിടേക്ക് എത്തിച്ചു തന്നു. മെഡിക്കൽ കോളേജ് വരെ എത്തിച്ചു തന്ന് ഞങ്ങൾ അവിടെ ഇറക്കിയിട്ടുണ്ട് നല്ല സഹായത്തോടെ. പിന്നെ അവരെ വിളിച്ച് ഞങ്ങളടുത്ത് എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷം തങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന പോലീസുകാരോട് നന്ദി പറയുന്നതിനാണ് ഇരുവരും പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ഓഫീസർ RP സുഗു, ഹോംഗാർഡ് CK ശശികുമാർ എന്നിവരാണ് ASI UR ശ്രീജയോടൊപ്പം ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലോറിയിൽ നിന്ന് സിമന്റ് ലോഡ് ഇറക്കാൻ എന്തെളുപ്പം. മനുഷ്യാധ്വാനത്തിന്റെ ലഘൂകരണത്തിനായി ഷൊർണൂർ കവളപ്പാറ സ്വദേശി C. ജയന്റെ കണ്ടുപിടുത്തം കാണാം. ലോറിയിൽ നിന്ന് സിമന്റ് ചാക്കുകൾ ഇറക്കാൻ ഒരുപാട് സമയം വേണ്ട, വല്ലാതെ കഷ്ടപ്പെടുകയും വേണ്ട. കുളപ്പുള്ളിയിൽ സിമന്റ് കട നടത്തുന്ന ജയപ്രകാശാണ് ലോറിയിൽ നിന്ന് സിമന്റ് ചാക്കുകൾ അനായാസം ഇറക്കി ഗോഡൌണിലേക്ക് വെക്കാൻ എന്തെങ്കിലും തന്ത്രം കണ്ടുപിടിക്കാമോ എന്ന് ജയനോട് ചോദിച്ചത്. ഇത് കേട്ടതും ജയൻ യൂട്യൂബിലും ഗൂഗിളിലുമായി ഒരുപാട് പഠനം നടത്തുകയും ഒടുവിൽ ഇത്തരത്തിലുള്ള ഒരു യന്ത്രത്തിൻ്റെ ആശയത്തിലേക്ക് എത്തുകയും ചെയ്തു. 20 അടി നീളവും 8 അടി വീതിയുമുള്ള യന്ത്രത്തിൻ്റെ സാമഗ്രികൾ 3D ലേസർ കട്ടിംഗ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂമാറ്റിക്കിൻ്റെ 2 എയർ സിലിണ്ടറുകളിലാണ് യന്ത്രത്തിൻ്റെ പ്രവർത്തനം. ആളുകളുടെ ആവശ്യാനുസരണം 4 വശത്തേക്ക് മെഷീനുകൾ തിരിക്കുന്നതും സിമന്റ് ചാക്കുകൾ ലോക്ക് ചെയ്യുന്നതും ഇതിലെ എയർ സിലിണ്ടറിൻ്റെ പ്രവർത്തനത്തിലാണ്. അതിനാൽ തന്നെ മനുഷ്യൻ്റെ അധ്വാനഭാരം ലഘൂകരിക്കാനാകും. 2 ലക്ഷത്തോളം രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. 50 കിലോ ഭാരം വരുന്ന സാധനങ്ങളാണ് ഇതുപയോഗിച്ച് എടുക്കാൻ കഴിയുക. നിലവിൽ മലപ്പുറം, കൊടുവായൂർ, ഷൊർണൂർ ഭാഗങ്ങളിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വ്യത്യസ്ത സാധനങ്ങൾ ഇറക്കുന്നതിന് മെഷീൻ നിർമ്മിച്ചു നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജയൻ പറഞ്ഞു. ഇപ്പോൾ പ്രകാശ് ഫീൽഡ് പറയുന്ന പുള്ളിയുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു അൺലോഡിങ് ഇഷ്യൂ ആയിട്ട് അവർ യൂണിയനും സ്ഥാപനമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അവരൊരു കൺവെയർ ഓൾറെഡി അവർ വാങ്ങി. അപ്പോൾ അതിലേക്ക് സിമെൻറ്റ് ബാഗുകൾ എടുത്തു വെക്കാനായിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പ്രകാശേട്ടൻ എന്നെ സമീപിച്ചു. അപ്പോൾ ഞാനത് യൂട്യൂബിലും ഇതിലൊക്കെ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഇതുപോലെ പല സ്ഥലങ്ങളിലും പുറം രാജ്യങ്ങളിൽ ഈ ബാഗ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മിഷൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തുകൂടെ എന്നുള്ള ഒരു പ്രകാശേട്ടൻ ചോദിച്ചതിൻ്റെ പേരിൽ നമ്മളൊരു 20-24 ദിവസത്തിൻ്റെ ഉള്ളിൽ അതേപോലെ ഒരു മിഷൻ ന്യൂമാറ്റിക്കിൽ പ്രവർത്തിക്കുന്ന സിമെൻറ്റ് ബാഗ് ഹോൾഡ് ചെയ്ത് അതിനെ ഈ കൺവെയറിലേക്ക് എടുത്തു വയ്ക്കാവുന്ന തരത്തിൽ ഒരു മിഷനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്.
അപ്പോൾ ഇവിടെ അതാദ്യമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനൊരു അവസരം വന്ന പ്രകാശേട്ടനും വളരെ നന്ദി പറയുന്നു. കൂടുതൽ വരുന്നുണ്ടോ പുതിയ ഇതിൻ്റെ കുറേ എൻക്വയറി ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ട്. ഈ ഹോളോ ബസ്സുകൾ എടുത്തു വെക്കാനും പിന്നെ ഒരു തുണി മില്ലിൽ നിന്ന് അതിൻ്റെ ബണ്ടിലുകൾ എടുത്തു വെക്കാനും ഒരു സ്റ്റീലിൻ്റെ ഒരു കമ്പനിയിൽ അവർക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ ജോലികൾ നോക്കി പഠിച്ച് 1996 മുതലാണ് ജയൻ മെഷീനറി നിർമ്മാണത്തിലേക്ക് കടന്നത്. കാർഷിക ഉപകരണങ്ങൾ നിർമ്മിച്ചായിരുന്നു തുടക്കം. പിന്നീട് ആളുകളുടെ ആവശ്യപ്രകാരം ഇലക്ട്രിക് വയറിൽ നിന്ന് ചെമ്പുകമ്പി മാത്രം വലിച്ചെടുക്കാൻ കഴിയുന്ന വയർ സ്ട്രിപ്പിംഗ് മെഷീൻ നിർമ്മിച്ചു. 2 ആളുകളെ കൊണ്ട് ഒരു ദിവസം 60 മമ്മട്ടി നിർമ്മിക്കാൻ കഴിയുന്നിടത്ത് ഹൈഡ്രോളിക് ഉപയോഗപ്പെടുത്തി ഒരു ദിവസം 2 ആളെ കൊണ്ട് 600 മമ്മട്ടികൾ നിർമ്മിക്കാൻ കഴിയുന്ന മമ്മട്ടി ഹാൻഡ് പവർ മെഷീനും ജയൻ കണ്ടുപിടിച്ചിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തിയിൽ MS രാഘവൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് മാഷ് സംസാരിക്കാറില്ല. പക്ഷേ മാഷ് ചില കാര്യങ്ങൾ വിളിച്ച് ആവശ്യപ്പെടുക, അതായത് ഇന്ന കാര്യം ചെയ്യണം എന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വേറെ വ്യക്തിയെ കൊണ്ടായിരിക്കും പറയിക്കുക. ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്ന് മാഷ് ചെയ്തിട്ടുണ്ടോ എന്ന് മാഷ് പരിശോധിച്ച് നോക്കും. എൻ്റെ ഈ അടുത്ത കുറച്ച് കാലം മുമ്പത്തെ ഒരു അനുഭവം, ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്ത പാലക്കാട് നിന്ന് മാസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ആ വാർത്ത വരുന്ന സമയത്ത് ഞാൻ വേറൊരു സംസ്ഥാനത്ത് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് BJPയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനെ കൊണ്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യിച്ചു. എന്നിട്ട് മാഷ് ആ വാർത്ത വാട്സപ്പിലൂടെ എനിക്ക് അയച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടി 2 കണ്ണും കാണാത്ത ഒരാളുടെ മകളാണ്. ആ കുട്ടിയെ ഏറ്റെടുക്കണം, 3 വർഷം BCom പഠിപ്പിക്കണം. അപ്പം എന്ത് പഠിപ്പിക്കണം എന്ന് പോലും മാഷ് ആ വാർത്ത വായിച്ച് ഇവിടെ ഇരുന്ന് തീരുമാനമെടുത്തു. ജില്ലയിലെ ആദ്യകാല RSS നേതാവും റിട്ടയർഡ് അധ്യാപകനുമായിരുന്ന MS രാഘവന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവാ സംഘം നേതാവ് TP അശോകൻ, രാജൻ ശശി അയഞ്ചിറ, B ഗോപാലകൃഷ്ണൻ, MA മുഹമ്മദ് ഇക്ബാൽ, അബ്ദുൽ കരീം, കൃഷ്ണകുമാർ പൊതുവാൾ, ദേവ ചൈതന്യാനന്ദ സരസ്വതി, രവി അകമല, നാരായണൻ, സേതുമാധവൻ, ശശി മണ്ണത്ത്, TN സുകുമാരൻ, ശശി മായന്നൂർ, ഹരീന്ദ്രനാഥ്, ശശിധരൻ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കല്ലൂർ പുന്നകുരിശി ക്ഷേത്രത്തിൽ കരിങ്കല്ലിൽ തീർത്ത തിരുമുറ്റം പൂർത്തീകരിച്ചു. തിരുമുറ്റ സമർപ്പണം തന്ത്രി അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. 3 ലക്ഷം രൂപ ചിലവിലാണ് തിരുമുറ്റം കരിങ്കല്ലിൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. കല്ലൂർ പാടത്തുംപള്ള T മോഹൻദാസാണ് പദ്ധതിയുടെ മുഴുവൻ ചെലവും ഏറ്റെടുത്തത്. തിരുമുറ്റ സമർപ്പണത്തിനായി ക്ഷേത്രത്തിലെത്തിയ തന്ത്രിയെ ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. രാവിലെ മാടമന ശശി ഭ്രാന്തി, മേൽശാന്തി ശ്രീനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളും നടന്നു. തിരുമുറ്റം നിർമ്മാണ ചെലവ് ഏറ്റെടുത്ത മോഹൻദാസിനെയും കുടുംബത്തെയും തന്ത്രി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. MK വാസുദേവൻ കല്ലൂർ, ശബരി കല്ലൂർ, P രവീന്ദ്രൻ, MR രതീഷ്, BA രതീഷ് കുമാർ, പ്രദീപ് കുമാർ, NA രവീന്ദ്രൻ, TR മുകുന്ദൻ, ഷനോജ് PL, രാധാകൃഷ്ണൻ TP, മോഹൻദാസ് കല്ലൂർ എന്നിവർ സംസാരിച്ചു. ശിവക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു സമർപ്പണം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, സന്തോഷമുണ്ട്. ഈ കുട്ടിക്കാലം മുതലേ ഇവിടെ ഈ അമ്പലത്തിൽ വന്നുപോയിരുന്ന ആളാണ് ഞാൻ. അന്ന് മുതലേ പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ഈ അമ്പലം ഒന്ന് നന്നാക്കി എടുക്കണമെന്നുണ്ടായിരുന്നു. അതിന് ഈ നാട്ടുകാരും എൻ്റെ കൂട്ടുകാരും ഇവിടെയുള്ള എല്ലാ പൊതുജനങ്ങളും സഹായിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് അന്നദാനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി കോഓപ്പറേറ്റീവ് ബാങ്ക് മെയിൻ ബ്രാഞ്ച് ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. പള്ളിപ്പുറം റോഡിൽ ഫോർട്ട് ഫീൽഡ് ബിസിനസ് സെന്ററിലെ താഴത്തെ നിലയിലാണ് ആധുനിക സൗകര്യങ്ങളോടെ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് A സോമൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി ഇൻചാർജ് VP സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു.
പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ആദ്യ സ്ഥിര നിക്ഷേപം സ്വീകരിച്ചു. ആദ്യ സേവിങ്സ് നിക്ഷേപം സ്വീകരിക്കൽ മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലിയും ആദ്യ റിക്കറിംഗ് നിക്ഷേപം സ്വീകരിക്കൽ പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി.പി. ഷാജിയും ആദ്യ വിദ്യാജ്യോതി നിക്ഷേപം സ്വീകരിക്കൽ മുൻ ഭവന നിർമ്മാണ സഹകരണ സംഘം പ്രസിഡന്റ് ടി. ഗോപാലകൃഷ്ണനും നിർവഹിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി. അനിൽകുമാർ, ബാങ്ക് മുൻ പ്രസിഡന്റ് കെ. പി. അജയകുമാർ, CM നീലകണ്ഠൻ, പ്രൊഫസർ CP ചിത്ര, KM വാസുദേവൻ, MT അച്യുതൻ മാസ്റ്റർ, TV ഗിരീഷ്, M മുരളി, ഷബ്ന ടീച്ചർ, K. ഗോപാലകൃഷ്ണൻ, KT മുജീബ്, KR നാരായണസ്വാമി, KP വാപ്പുട്ടി, A. സുരേഷ്, K. ഹമീദ്, K. സതീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പിരായിരി ഗവൺമെന്റ് LP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പൂർവാധ്യാപക വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറീന ബഷീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. നസീർ, പിരായിരി പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സഫിയ, രാജമ്മ എന്നിവരും പഞ്ചായത്ത് അംഗങ്ങളായ വിനീത, ഷമീർ, സുമതി, റഫ്തുനീസ എന്നിവരും പൂർവ്വ വിദ്യാർത്ഥി ചെയർമാൻ സുദർശൻ, വൈസ് ചെയർമാൻമാരായ രവീന്ദ്രൻ, സുഹൈബ്, പൂർവ്വ വിദ്യാർത്ഥികളായ മുജീബ് ഇരിപ്പക്കാട്, രാജഗോപാലൻ, ഹരിദാസൻ, സുനിൽ, ജയരാജ്, അഫ്സൽ, സ്റ്റാഫ് സെക്രട്ടറി MK മുബാറക്, പ്രധാന അധ്യാപിക സീതാലക്ഷ്മി, PTA പ്രസിഡന്റ് റഷീദ്, SMC ചെയർമാൻ N. പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം. പയ്യന്നൂർ പുതിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രത്തിൽ 6ാമത് യജ്ഞത്തിനാണ് ഞായറാഴ്ച വൈകിട്ട് തുടക്കമായത്. ക്ഷേത്രത്തിൽ ഡിസംബർ 22 വരെ നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിനാണ് ഞായറാഴ്ച വൈകിട്ട് തുടക്കമായത്. വൈകുന്നേരം 4:30 ആചാര്യവരണം നടന്നു. കൃഷ്ണവിഗ്രഹ സ്ഥാപനത്തിന് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പുതിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭാഗവത മാഹാത്മ്യ വർണ്ണനം നടത്തി. യജ്ഞത്തിൽ ബ്രഹ്മശ്രീ ബാലകൃഷ്ണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാരംഭമായി. ഇരട്ടമ്പലം ശ്രീമദ് ഭാഗവത സപ്താഹ സമിതിയുടെയും ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും മാതൃസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് യജ്ഞം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ കൈമുകുന്നത്തുകാവിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. പുലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഡിസംബർ 22 വരെയാണ് യജ്ഞം. സപ്താഹ യജ്ഞത്തിന്റെ ഉദ്ഘാടനം സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി മാസ്റ്റർ നിർവഹിച്ചു. മനസ്സാണ് എല്ലാം, മനസ്സും ശരീരവും. ശരീരത്തിലെ മനസ്സ്, ഈ ശരീരത്തെ നമുക്ക് ബുദ്ധിമുട്ടോട് തോന്നുന്നതിന് കാരണം മനസ്സാണ് തോന്നിപ്പിക്കുന്നത്. ഈ മനസ്സും ശരീരവും ആത്മാവിൽ ലയിച്ചാൽ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോയാൽ ഈ കാണുന്ന ഒരു ദുഃഖവും ആർക്കും ഉണ്ടാവില്ല. അതായത് പരമാനന്ദം എന്ന് പറയുന്നത്, ഈ പരമാനന്ദം നമ്മുടെയൊക്കെ നിങ്ങൾ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ആ ശക്തി ഈ ഇരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും, എല്ലാ വ്യക്തികളുടെ മനസ്സിലുണ്ട്. പക്ഷേ നമുക്ക് അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് കഷ്ടം വരുമ്പോൾ നമ്മുടെ ദൈവം കൈവിട്ടുവല്ലോ, എനിക്കെന്താ. ഇല്ലത്ത് ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി രവീന്ദ്രൻ ഉണ്ണി ഭദ്രദീപം തെളിയിച്ചു. K. ബാലകൃഷ്ണൻ, ചക്രാട്ട് രാജൻ, മാനേജർ PK സുരേഷ്, C. അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. യജ്ഞാചാര്യനെ വേദിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് ഭാഗവത മഹാത്മ്യ പാരായണം നടന്നു. വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. നിരവധി ഭക്തജനങ്ങളാണ് യജ്ഞത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃക്കങ്ങോട് ശ്രീ രണ്ടുമൂർത്തി ക്ഷേത്രത്തിൽ നടന്ന നിറമാല മഹോത്സവം വർണ്ണാഭമായി. നിരവധി ഭക്തജനങ്ങൾ നിറമാല മഹോത്സവത്തിൽ പങ്കെടുത്തു. വർണ്ണാഭവും ഭക്തിനിർഭരവുമായ പരിപാടികളോടെയാണ് തൃക്കങ്ങോട് ശ്രീ രണ്ടുമൂർത്തി ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവം കൊണ്ടാടിയത്. രാവിലെ പഞ്ചാരിമേളത്തോടെ ശീവേലി നടന്നു. തുടർന്ന് നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, നാദസ്വരം, മേളം, കൂട്ടിക്കൊട്ട്, ഉച്ചശിവേലി എന്നിവയുണ്ടായി. വൈകിട്ട് പഞ്ചാരിമേളത്തോടെ കാഴ്ചശിവേലി, മേളം, ചുറ്റുവിളക്ക്, ദീപാരാധന, നാദസ്വര കച്ചേരി, സ്റ്റേജ് ഷോ, അത്താഴപൂജ, കൊടിപ്പാട്ടുസേവ, തായമ്പക, കേളി, കൊമ്പുപറ്റ്, അത്താഴശിവേലി, കുഴൽപ്പറ്റ് എന്നിവയുണ്ടായി.
ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കളരിപ്പണിക്കർ ഗണക കണിശ സഭയുടെ 2025 വർഷത്തെ കലണ്ടർ പ്രകാശനം ലക്കിടി കിള്ളിക്കുറിശി മംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ നടന്നു. തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കലണ്ടർ പ്രകാശനം നിർവഹിച്ചു. KGKS സെക്രട്ടറി മംഗലം വിജയരാഘവ പണിക്കർക്ക് കലണ്ടർ നൽകിയാണ് പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പ്രകാശനം നിർവഹിച്ചത്. മുളഞ്ഞൂർ സുരേന്ദ്ര പണിക്കർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിനെ പൊന്നാടയണിയിച്ചു. ജ്യോതിഷ സഭാ പ്രസിഡന്റ് ശ്രീവത്സൻ പണിക്കർ, ആലൂർ സജിത് പണിക്കർ, രാഹുൽ പണിക്കർ, രവി നാഗലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച ഒറ്റപ്പാലത്ത് നടക്കും. കെ പ്രേംകുമാർ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിലാണ് സമ്മേളനം നടക്കുക. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജില്ലയിലെ വിവിധ ഏരിയകളിൽ നിന്നായ 100ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിൽ ആകെ 435 അംഗങ്ങളാണുള്ളത്. നിർമ്മാണ മേഖലയിൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്നും നിർമ്മാണ മേഖലയെ വ്യവസായ മേഖലയാക്കി പ്രഖ്യാപിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഏതാണ്ട് 14 വർഷത്തോളമായി അതിലൂടെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. അതിൻ്റെതായ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒട്ടേറെ സമരപരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫലമായി സംഘടനയ്ക്ക് ആവശ്യമായ ഞങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നാളിതുവരെയായിട്ട് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ് തലത്തിൽ ഒട്ടേറെ നിബന്ധനകൾ ഞങ്ങൾ നൽകിയിട്ടുണ്ടായി. അതിനൊന്നും തന്നെ ശാശ്വതമായ പരിഹാരം കാണാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ആകാശത്തും ഭൂമിയിലെല്ലാത്ത രീതിയിലാണ് ഞങ്ങളുടെ തൊഴിലാളികളൊക്കെ പണിയെടുക്കുന്നത്. ആ പണിയെടുക്കുന്ന ആളുകൾക്കൊരു ഇൻഷുറൻസ് വേണം എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമായി നിർദ്ദേശിച്ചത്. സേഫ്റ്റി ഇൻഷുറൻസ് നാടിന് വരെയായിട്ട് ഗവൺമെൻറ് അതിൻ്റെ ഭാഗത്തേക്ക് തന്നെ അതിനെക്കുറിച്ച് കൂടിയാലോചന പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് MK രാജൻ, സെക്രട്ടറി KM ഗോപാലകൃഷ്ണൻ, ട്രഷറർ MA ഗംഗാധരൻ, TK പ്രകാശൻ, P രാഗേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി വിജയൻ മോശം മുഖ്യമന്ത്രിയും നല്ല കുടുംബനാഥനുമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഇടതുഭരണം കൊണ്ട് കേരളത്തിൽ ഗുണമുണ്ടായത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മാത്രം. വൈദ്യുതി മന്ത്രിക്ക് പറ്റിയ പണി കൃഷിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പാലക്കാട് വൈദ്യുതി ഭവനിലേക്ക് കോൺഗ്രസ് മാർച്ച്. അന്യായമായ നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ. മാധ്യമങ്ങളെ വിലക്കെടുത്താണ് കോർപ്പറേറ്റുകൾ ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. കേരളത്തിൽ CPM ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നത് ഇത്തരം ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടെന്നും KK ശൈലജ. പൂക്കോട്ടുകാവിനെ ചുവപ്പണിയിച്ച് CPM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന് സമാപനം. CPM വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനത്തിന് വരവൂർ തളിയിൽ തുടക്കം. സംസ്ഥാനത്ത് മാലിന്യമുക്തം നവകേരളം ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ. കണ്ണനൂർ തോട് വീണ്ടെടുക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ നീർച്ചാലുകളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച് വീണ്ടെടുക്കും. സഹകരണ മേഖലയിലെ പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പെൻഷൻ നിഷേധിക്കുന്നതെന്ന് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. പെൻഷൻ വർധന സംബന്ധിച്ച് നൽകിയ വാഗ്ദാനം സർക്കാർ പാലിക്കണം. വാഗ്ദാന ലംഘനത്തിനെതിരെ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ്. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങൾക്കും വായനശാലകൾക്കും MLAയുടെ പ്രാദേശിക ഫണ്ടിൽ നിന്ന് പുസ്തകങ്ങൾ നൽകി. വിതരണോദ്ഘാടനം കൊപ്പത്ത്. ലക്കിടി പഞ്ചായത്ത് കളിസ്ഥലം നവീകരണത്തിന് തുടക്കം. കളിസ്ഥലം നവീകരിക്കുന്നത് 1 കോടി രൂപ ചെലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.